വിൽപ്പന തടസ്സമുള്ള എന്തൊരു വസ്തുവാണോ അത് വിറ്റ് കിട്ടണം. നിങ്ങൾ എന്തൊരു കാര്യം തടസ്സപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ അടുക്കുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് വിറ്റ് കിട്ടും. എന്ത് തടസ്സമാണെങ്കിലും, എന്ത് അതിലുള്ള പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് നീങ്ങി ഇത് വിൽപ്പന നടക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായിട്ടുള്ള അമല് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിക്കാം. ഏതാണ് അമല്, എങ്ങനെയാണ് ഈ അമലിനെ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ് നമുക്ക് പരിപൂർണമായി നമുക്ക് പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹനിധികളായ എൻ്റെ മുത്തുമീനുകളെ, ധാരാളം ആളുകൾ സങ്കടം പറയുന്നൊരു വിഷയമാണ്. ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലമുണ്ട്, അത് വിറ്റ് കിട്ടുന്നില്ല, കുറേ കാലമായി അതിൻ്റെ പിറകെ നടക്കുന്നു. വിൽപ്പനക്ക് ഇങ്ങനെ അടുത്ത് വരും, പക്ഷെ അതിൻ്റെ സമയമാവുമ്പോൾ തട്ടിപ്പോകും. കാണാനൊക്കെ ആളുകൾ വരും, അവരൊക്കെ ഇഷ്ടപ്പെടും, പിന്നെ അതിന്റെ കാര്യം അവർ പറയുന്നില്ല. പിന്നെ അത് തടസ്സാണ്. ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അതിന്റെ അടുക്കുന്നില്ല. വിലയോടടുക്കുമ്പോൾ പ്രയാസപ്പെടുകയാണ്, ആളുകൾ പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്കത് വിറ്റ് കിട്ടാം. അത് ഭൂമി ആയിക്കോട്ടെ, വസ്തു ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ഈ അമല് ചെയ്താൽ ഏതൊരു വസ്തു, നിങ്ങൾക്ക് സ്ഥാപനമുണ്ട് വിൽക്കാൻ, അത് വിറ്റ് കിട്ടും. ഭൂമിയുണ്ട് വിൽക്കാൻ, വീടുണ്ട് വിൽക്കാൻ, അതൊക്കെ ഇങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വർഷമായി ഇതിന്റെ പിന്നിലാണ്. ഞങ്ങൾക്ക് പോയി ആളുകൾ വന്ന് മടുത്ത്, ആളുകള് ഞങ്ങളെ വീടും ഭൂമിയൊക്കെ കാണാൻ വന്ന് മടുത്ത് അവരെ അടുത്തെത്തുന്ന സമയത്ത് തട്ടിപ്പോവാണ്. അത് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ കൊണ്ട് തട്ടിപ്പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ണേറ് കൊണ്ട്, നാപ്പലം കൊണ്ട് തട്ടിപ്പോവാം, അല്ലെങ്കിൽ ആരെങ്കിലും മുടക്കുകളെ കൊണ്ട് തട്ടിപ്പോവാം. ഒരു മുടക്കില്ല, അത് കണ്ണേറുകളോ എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളോ നിങ്ങളെ ഭൂമിക്കോ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതെയാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് മനസ്സിലായി, എന്താണ് അമലി എന്ന് ഇൻഷാ അല്ലാഹ് കേട്ടാൽ അത് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് കൂടുതൽ വലിച്ചു നീട്ടിക്കൊണ്ടു പോയിട്ട് നിങ്ങളെ വിലപ്പെട്ട സമയത്തെ ഞാൻ കവർന്നെടുക്കുന്നില്ല. അത് പറയുന്നതിന് മുമ്പ്, ഈ അമല് പറയുന്നതിന് മുമ്പ്, നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം, ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഈ ചോദിച്ചറിഞ്ഞു വരിക ധാരാളം ആളുകളാണ്. പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. തങ്ങളുടെ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സിഹറിന്റെ കെണിവലകളിൽ ധാരാളം വർഷമായിട്ട് അതിൻ്റെ പ്രയാസത്തിലാണ്, ആ ഒരു ബുദ്ധിമുട്ടിലാണ്, പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ്, ബ്രഹ്മരസസ് പോലുള്ള പൈശാചികമായിട്ടുള്ള അവസ്ഥയിലാണ്, അതിൻ്റെ ബുദ്ധിമുട്ടിലാണ്, ശൈത്വാനിയത്തിന്റെ ബുദ്ധിമുട്ടിലാണ്. ഇത്തരം ഭൂമി വിൽപ്പനയിലുള്ള വസ്തു വിൽപ്പനയുള്ള തടസ്സങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ധാരാളം വർഷങ്ങളായിട്ട് അതിൻ്റെ നട്ടോട്ടത്തിലാണ്, അതിൻ്റെ പിന്നിലാണ്. ഈ ഒരു ഭൂമി ഒന്ന് വിട്ടിട്ട് വേണം ഞങ്ങളെ കടങ്ങൾ വീട്ടാൻ, അല്ലെങ്കിൽ മകളെ കല്യാണമുണ്ട്, ഈ ഭൂമി വിറ്റിട്ട് വേണം ആ കല്യാണം ഒന്ന് കഴിക്കാൻ. കുറേ കടങ്ങളുണ്ട്, ഞങ്ങളെ ആധാരം വരെ ബാങ്കിലാണെന്ന് പറയുന്നവരുണ്ട്. വലിയ ബുദ്ധിമുട്ടും സങ്കടവുമായി കരഞ്ഞു പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള അമല്? നിങ്ങൾക്കൊരു ഭൂമിയാണ് വിൽക്കേണ്ടതെങ്കിൽ, അതിന്റെ വിൽപ്പനയാണ് നടക്കേണ്ടതെങ്കിൽ, തടസ്സം കൊണ്ട് ആ ഭൂമി വിൽക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ണേറ് കൊണ്ട് അതിന്റെ പ്രയാസം കൊണ്ട് ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല, നാപ്പലത്തിന്റെ പ്രയാസം കൊണ്ട് ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല, ആ ഭൂമിയിൽ പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പോക്കുവരവിന്റെ, ബ്രഹ്മരസസിന്റെ തടസ്സങ്ങൾ ഞങ്ങളെ ഭൂമിക്കുണ്ട്, അതുകൊണ്ട് ഈ ഭൂമി കൊണ്ട് വിൽക്കാൻ കഴിയുന്നില്ല, കാര്യങ്ങളൊക്കെ അടുത്ത് വരും, പക്ഷേ തടസ്സം കാരണം അത് മുട്ടിപ്പോവാണ്. എത്രയോ ആളുകളാണ് സങ്കടം പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഏത് തടസ്സമുള്ള ഭൂമിയാണോ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു 313 കല്ലെടുക്കുക. വലിയ മുട്ടിക്കല്ലല്ല, ചെറിയ ഇത് മഹാന്മാര് പഠിപ്പിച്ചു തന്നാൽ അമലാണ്.
ഇത് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ധാരാളം ആളുകൾക്ക് അനുഭവമുള്ളവരാണ്. നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്കറിയാം. നമ്മളൊക്കെ ഈ അമലാണ് കുറെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. വേറെ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, അത് ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്. ഫോണിൽ വിളിച്ച് ദൂരെയുള്ള ആളുകളൊക്കെ വരാൻ പ്രയാസപ്പെടുന്നവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമലാണ്, ഫോണിൽ പറഞ്ഞു കൊടുക്കുന്ന അമലാണ് ഈ ഒരു അമൽ. നേരിട്ട് വരുന്നവർക്ക് വേറെ തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഏത് രീതിയിലാണോ തടസ്സമുള്ളത് ആ തടസ്സത്തെയാണ് നമ്മൾ മാറ്റി കൊടുക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് ചെറിയ 313 കല്ല് നമുക്ക് കിട്ടും അല്ലേ? നമ്മളെ ഭൂമിയിൽ നിന്ന് ചില ആളുകൾ പറയും ഞങ്ങളെ കല്ല് കിട്ടാനില്ലല്ലോ, ഞങ്ങളെ ഭൂമി ഫുള്ള് മണലാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ കുറച്ച് മണൽ, ഒരു പിടി മണൽ, 4 മൂലയിൽ നിന്ന് ഓരോ പിടി മണൽ, അപ്പൊ 4 പിടി മണലുണ്ടാവും അല്ലേ? എല്ലാ കല്ലുണ്ടെങ്കിൽ 313 കല്ല്. ഇതാണ് കേട്ടോ മുജറബായിട്ടുള്ള അമൽ. ഈ ഒരു അമലാണ് കല്ല്. 313 കല്ലെടുക്കുക. ആ കല്ലിനെ പരിപൂർണമായിട്ട് വൃത്തിയായിട്ട് കഴുകുക. എന്നിട്ട് അതിലേക്ക് സുഗന്ധങ്ങൾ, ബഹൂറ്, നല്ല സ്മെല്ലുള്ള നല്ല ബഹൂറ് അല്ലെങ്കിൽ സുഗന്ധം, അത്തർ പോലുള്ള സുഗന്ധങ്ങൾ ആ കല്ലിൽ ഉപയോഗിക്കുക. എല്ലാം കഴുകി ഉണക്കിയിട്ട് ആ കല്ലിലേക്ക് നല്ല സെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബഹൂറുകൾ, പൊടിയോ, സ്മെല്ലുള്ള നല്ല മണമുള്ള നല്ല ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ അത്തർ അല്ലെങ്കിൽ ഊതിന്റെ ഒറിജിനൽ ഊത് ഇതിലേക്ക് പെരട്ടിയിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം ഈ 313 ചെറിയ കല്ലിലും മിക്സ് ചെയ്തിട്ട് ഒരു കല്ലെടുക്കുക. അതിൽ നിന്ന് ഒരു കല്ലെടുത്തിട്ട് ബദരീങ്ങളുടെ പേരിൽ യാസീൻ ഓത്. ബദരീങ്ങളുടെ പേരിൽ ഒരു യാസീൻ, 7 മുബീനാണല്ലോ യാസീൻ. ഓരോ മുബീനത്തുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക. അവസാനം വൈലൈഹി തുർജഊൻ എന്ന് പറയുന്ന സമയത്തും ഈ കല്ലിൽ ഇഷ്ഫി 3 പ്രാവശ്യം ഇഷ്ഫി എന്ന് മന്ത്രിച്ച് ആ കല്ലിനെ മാറ്റി വെക്കുക. രണ്ടാമത്തെ കല്ലെടുക്കുക. അങ്ങനെ 313 കല്ലിലും യാസീൻ ഓതുക. മുബീനത്തുന്ന സമയത്ത് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ച് അവിടെ മാറ്റി വെച്ച് 310 1-2 ദിവസം കൊണ്ട് കഴിയില്ല, ചിലപ്പോൾ ഒരാഴ്ച എടുക്കും. ചില ആളുകൾക്ക്, ധൃതിയുള്ള ആളുകൾക്ക്, തിരക്കുള്ള ആളുകൾക്ക് മാസങ്ങളോളം എടുത്തുനിന്ന് വരാം. എന്നിട്ട് ഈ 313 കല്ല് മാറ്റി വെച്ചിട്ട് നമ്മളെല്ലാം പരിപൂർണമായി ഓതി ഈ കല്ല് ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് എടുത്ത ഭൂമിയിൽ നിന്ന് നട്ടനാണ്. നമ്മൾ വിൽപ്പന ആഗ്രഹിക്കുന്ന ഭൂമിയിലെ കല്ലാവണം ഇത്. ആ ഭൂമിയിലേക്ക് തന്നെയാണ് ഇത്. ഈ 4 ഭാഗങ്ങളിലും, അതായത് ഭൂമിയുടെ 4 ഭാഗങ്ങൾ, അതായത് പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, കിഴക്ക് 4 ഭാഗങ്ങളിലും ഈ കല്ല് നിക്ഷേപിക്കുക. ഉടനെ തന്നെ മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ കച്ചവടം നടക്കും. എന്നിട്ട് മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ പേരിൽ ഒരു 313 നിർച്ച് വെക്കുക. നിങ്ങളെ അവിടെയുള്ള, നിങ്ങളെ മഹല്ലിലുള്ള, നിങ്ങളെ പള്ളി പരിസരത്തുള്ള ബദരീങ്ങളെ ആണ്ട് കഴിക്കുന്ന നേർച്ചപ്പെടണം അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുക. 313 കച്ചവടം നടന്നു കഴിഞ്ഞാൽ അവരുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് 313 രൂപ അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആ ഭൂമിയുടെ എല്ലാ തടസ്സങ്ങളും മാറി അത് അടുത്തു കിട്ടും. അതുപ്രകാരമാണ് മണലാണെങ്കിലും അത് പ്രകാരമാണ് 313 യാസീന് ഈ മണലിൽ ഓതി ഓരോ മുബീനത്തും പോയി ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ഈ 4 ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ 4 പിടിയാണ് നമ്മൾ എടുത്തത്. അതായത് പടിഞ്ഞാറ് തെക്ക് മൂലയിൽ നിന്നും, പടിഞ്ഞാറ് വടക്ക് മൂലയിൽ നിന്നും, കിഴക്ക് വടക്ക് മൂലയിൽ നിന്നും, കിഴക്ക് തെക്ക് മൂലയിൽ നിന്നും 4 മൂലയിൽ നിന്ന് നമ്മൾ എടുത്ത് അല്ലെ മണലെടുത്ത് അതിലേക്ക് 313 തുറന്നു വെച്ച് അതിലേക്ക് 313 യാസീൻ ഓതി ഓരോ മുബീനത്തുമ്പയും ഈ 4ലേക്കും ഇഷ്ഫി എന്ന് മന്ത്രിച്ചാൽ, എന്നിട്ട് 4 ഭാഗം എവിടെ നിന്നാണോ നിങ്ങൾ എടുത്തത് അവിടെ കൊണ്ടുപോയിട്ട് അതൊന്ന് ബിസ്മിൻ ചൊല്ലി അങ്ങനെ നിക്ഷേപിക്കുക. നിങ്ങൾക്ക് തടസ്സപ്പെടുന്ന ഭൂമിയുടെ കച്ചവടം അത് നടക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും വസ്തുവാണ് വിൽക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ബിൽഡിംഗ് ആണ് വിൽക്കേണ്ടതെങ്കിൽ 313 രൂപ എടുത്ത്, അത് കോയിൻ തന്നെ എടുക്കണം, ചില്ലറായിട്ട് 313 രൂപ എടുത്ത് മഹാന്മാരായ ബദർ ശുഹദാക്കളുടെ പേരിൽ 313 യാസീൻ ഓതിയിട്ട്
ഈ വസ്തു എന്താണോ നിങ്ങളുടെ കച്ചവട സ്ഥാപനമാണ്, അല്ലെങ്കിൽ നിങ്ങളെ വാഹനമാണ് വിൽക്കേണ്ടതെങ്കിൽ, എന്ത് വസ്തുവാണെങ്കിലും വിൽക്കേണ്ടതെങ്കിൽ അതിലൊന്ന് മന്ത്രിച്ച് അതിനെ ഒഴിഞ്ഞെടുത്ത് അവിടെ വെച്ചാൽ മതി, നിക്ഷേപിച്ച് അവിടെ വെക്കണം ഈ 313 രൂപ. എന്നിട്ട് ഇത് വിറ്റ് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് ബദ്ർ ശുഹദാക്കളുടെ നേർച്ച നടക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക, അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം, അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു അമൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, എന്ത് മുടക്കുള്ളതാണെങ്കിലും അത് നടക്കും, നടന്നിരിക്കും. അത്രയും മുടക്കാണെങ്കിലും ഒരു 21 പ്രാവശ്യം അലന്നശ്രവും 21 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ കല്ലിൽ മന്ത്രിക്കുക. യാസീനിൽ പുറമെ അത്രയും പ്രയാസമാണ്. കുറേ വർഷങ്ങളായിട്ട് ബ്രഹ്മരസസിന്റെ അല്ലെങ്കിൽ പോക്കുവരവിന്റെ എന്ത് പൈശാചികമായി എന്ത് പേരിട്ട്, എല്ലാതും പിശാചിൽ നിന്നുള്ളതാണ്. ഈ ബ്രഹ്മരസസ് എന്ന് പേരിട്ട് വിളിക്കുന്നതാണെങ്കിലും, പോക്കുവരവ് എന്ന് പേരിട്ട് വിളിക്കുന്നതാണെങ്കിലും, സർപ്പദോഷം എന്ന് ആളുകൾ പേരിട്ട് വിളിക്കുന്നതാണെങ്കിലും എല്ലാം എന്താണ്? പിശാചിൽ നിന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള തടസ്സമാണെങ്കിലും 21 പ്രാവശ്യം ആയത്തുൽ കുർസിയും 21 പ്രാവശ്യം അലം നശ്റവും ഓതി ഇൻഷാ അല്ലാഹ് ഈ കല്ലിൽ മന്ത്രിച്ച് അവരുടെ യാസീൻ 313 യാസീന് പുറമെ ഈ ഒരു അമൽ ചെയ്താൽ വിൽപ്പന നടക്കാത്ത ഏതൊരു പ്രയാസങ്ങളില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന വിലയിൽ അത് വിൽപ്പന നടക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:45 സയ്യിദിയ മജ്ലിസ് ഈ ഒരു ചാനലിൽ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് കാണാൻ ആഗ്രഹിക്കുന്നവർ 5:45 നമ്മളെ മജ്ലിസ് തുടങ്ങുക. എല്ലാവരും പങ്കെടുക്കുക. വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, സ്വലാത്തുൽ ഫാത്തിഹ കൂട്ടമായി ചൊല്ലുന്ന വലിയ മജ്ലിസാണ്. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.